ഋഷി, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. എനിക്ക് പോകണം. ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതിന് ഇപ്പോഴല്ലല്ലോ, മുമ്പ് നീ ഇതുപോലെ ഇടയ്ക്ക് കയറി വരാറില്ലേ? ഇപ്പം അതൊരു ശീലമായി. പിന്നെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ എൻ്റെ ജോലി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഷെറിൻ, ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിച്ച്. അവൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നീ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നീട്ടുള്ളത് ഇഷ്ടമാണ്, അത് മതി. നിങ്ങളുടെ ഈ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കലല്ല എൻ്റെ പണി. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. പറയാനുള്ള എന്താ വെച്ചാൽ പറയും. ഓ റിയലി? ഓക്കെ, ഞാൻ പോയിന്റിലോട്ട് വരാം. ബട്ട് അതിനു മുമ്പ് കോഫി കുടിക്കേ. എനിക്ക് കോഫി വേണ്ട. ഞാൻ ഈ ടൈമിൽ അങ്ങനെ കോഫി കുടിക്കാറില്ല. നിങ്ങൾ രണ്ടാളും കുടിച്ചാൽ മതി. ഇനി അങ്ങോട്ടെല്ലാം പുതിയ ശീലങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് നിനക്ക് നല്ലത്. ഓക്കെ ഫൈൻ, കം ടു ദ പോയിന്റ്. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ കല്യാണം. അതേതായാലും ഞാൻ ഉറപ്പിച്ചു. പിന്നെ നിൻ്റെ അമ്മ എൻ്റെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഞാൻ പുതിയ സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ്. ആഫ്റ്റർ 2 days നമ്മുടെ മാരേജ് അല്ലേ? അതിനിടയിൽ നീ എന്തെങ്കിലും ചെയ്താലോ? അതുകൊണ്ട് എനിക്കും വേണ്ടേ ഒരു കക്ഷിത്തുരുമ്പ്. അതാ നിൻ്റെ അമ്മ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് ഇത്രയും പെട്ടെന്നൊരു കല്യാണം അത് പറ്റില്ല. അതിന് നിന്നോടാരാ സമ്മതം ചോദിച്ചാൽ? ഞാൻ കല്യാണം എന്നാ പറഞ്ഞ, കല്യാണം കഴിക്കാമോ എന്നല്ല ചോദിച്ചാൽ. മനസ്സിലായോ നിനക്ക്? ഇനിയിവിടെ നിൻ്റെ തീരുമാനങ്ങൾക്കൊരു പ്രസക്തിയില്ല. ഞാൻ തീരുമാനിക്കും അതങ്ങ് നടക്കും. മനസ്സിലായെന്ന് തോന്നുന്നു. നിൻ്റെ അച്ഛനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, സമ്മതം. അതല്ലേലും അങ്ങനെയല്ലേ, നീയും അയാളൊക്കെ പണത്തിന് പിറകെ ഓടുന്ന ആൾക്കാരല്ലേ. ശരൺ ഇരിക്ക്, അർജൻറ്റ് കോളാ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. കരയാണോ? പാവം, പോട്ടെ. ഋഷിക്ക് നിന്നേക്കാൾ ഇമ്പോർട്ടൻസ് ഞാനാ. അതുകൊണ്ടാണ് ഫോൺ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയത്. നീ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് അവൻ നിന്നെ കല്യാണം കഴിച്ചില്ല? റിവെഞ്ചിൻ്റെ പേരിലാണെങ്കിലും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്നെയല്ലേ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? തെറ്റി. കല്യാണം കഴിയുമ്പോൾ അറിയാം അവൻ്റെ യഥാർത്ഥ രൂപം. മുമ്പുള്ള സ്നേഹമല്ല അവനിപ്പം നിന്നോട്. അത് നീ മനസ്സിലാക്കിയെന്ന് നിനക്ക് കൊള്ളാം. ഇനിയിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും അനുഭവിക്കാനുള്ളത് അനുഭവിക്കും. ആയിക്കോട്ടെ, അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ലേ? ഞാനങ്ങ് സഹിച്ചു. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടണ്ട. നിങ്ങളുടെ ലൈഫോ? എക്സ്ക്യൂസ് മീ, ആ പോയത് എൻ്റെ ബോയ് ഫ്രണ്ടാ. ഒരു റിവെഞ്ചിന് വേണ്ടി നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ. ബട്ട് അവൻ്റെ ലൈഫിലെന്ന ഇമ്പോർട്ടൻസ് ഞാൻ തന്നെയായിരിക്കും, അന്നും ഇന്നും. അത് ഞാൻ പ്രത്യേകം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. ശരിയാ, നിൻ്റെ ലൈഫിൽ അവൻ അന്നും ഇന്നും ഇമ്പോർട്ടൻസ് ആയിരിക്കും. പക്ഷെ അവൻ്റെ ലൈഫിലോ? അന്നും അവൻ എന്നെ തേടി വന്നു, ഇന്നും അവൻ എന്നെ തേടി വന്നു. അതിപ്പോൾ റിവെഞ്ച് ആയാലും അന്നത്തെ പോലെ സ്നേഹമായാലും. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കോഫി? എനിത്തിങ് എൽസ്? വേണ്ട, കോഫി ഇവിടെ വെച്ചിട്ട് പോക്കോ. ഓക്കെ മാം. മാം മാം സാക്ഷി മാം അല്ലേ? മാം ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന എനിക്കിപ്പോഴേ മനസ്സിലായ. ഞങ്ങളുടെ ഈ കോഫി ഷോപ്പിൽ തന്നെ മാമിൻ്റെ 4 പെയിൻറ്റിങ്ങാണ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ മാമിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. ഞങ്ങളുടെ യൂത്ത് ക്ലബിലും ഉദ്ഘാടനത്തിന് മാമിൻ്റെ ഡ്രോയിങ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്പർ മിസ്സായിപ്പോയി. ഒന്ന് നമ്പർ തരുമോ? ഇല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഉണ്ടെങ്കിൽ അത് തന്നാലും മതി. ഞാൻ തന്നാൽ മതിയോ നിനക്ക് നമ്പരും ഇൻസ്റ്റ ഐ ഡിയും ഒക്കെ? സാറേതാ, ഞാൻ മാമിൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്ന. സാറിന് എന്താ പ്രശ്നം? പ്രശ്നമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇടപെട്ടെ. നിൻ്റെ പേരെന്താ? നിനക്ക് കാണുന്ന പെമ്പിള്ളേരെ നമ്പരും ഇൻസ്റ്റ ഐ ഡിയും ഒക്കെ വേണോ? എങ്കിൽ ഞാൻ തരാം. ഋഷി, കൺട്രോൾ യുവർ സെൽഫ്. ഇതൊരു കോഫി ഷോപ്പാണ്. ആൾക്കാരൊക്കെ നമ്മൾ തന്നെ നോക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവന് നമ്പർ വേണം, തരാം ഞാൻ. അതെ, നിങ്ങളിപ്പോൾ ചെല്ല്. എനിക്ക് പേഴ്സണൽ നമ്പറൊന്നും അങ്ങനെ ഷെയർ ചെയ്യുന്നത് താല്പര്യമില്ല. എന്തെങ്കിലും വർക്ക് കാര്യമാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസോട്ട് ബന്ധപ്പെട്ടാൽ മതി. അവളുടെ കോപ്പിലെ ഓഫീസ്. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, എല്ലാം ശരിയാക്കി തരാം ഞാൻ. ഋഷി, നീ എന്തിനാ ഇതിന് ഓവർ റിയാക്ട് ചെയ്യുന്ന? അവൻ നമ്പറല്ലേ ചോദിച്ചത്? ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, നീ എങ്ങനെ വർക്കിന് പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. ശരൺ വാ, നമുക്ക് പോവാം. ഡാം ഇറ്റ്. ഋഷി, നീ ഒരുപാട് മാറിപ്പോയി. സ്നേഹത്തോടെ മാത്രം നോക്കുന്ന നിൻ്റെ കണ്ണിലിപ്പോൾ എന്നോട് അറപ്പും വെറുപ്പോ. പക്ഷെ പണ്ടത്തെ പോലെ തന്നെ നിൻ്റെ ജലസ്യത വരെ വിട്ടുമാറിയിട്ടില്ല. ഐ മിസ് യു. ഇവനെന്താ ഞങ്ങളോട് ആലോചിക്കാതെ അവിടെ പോയി 2 ദിവസം അത് കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞേ? അതെങ്ങനെ എനിക്കറിയാം, നിന്നെ പോലെയല്ലേ ഞാനും. പിന്നെ 2 ദിവസത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ അതങ്ങ് നടത്തി കൊടുക്കാം. ഇനി മനസ്സ് മാറിയാലോ? നമ്മുടെ മൂത്ത മോൻ്റെ കല്യാണം എല്ലാവരും വിളിച്ച് അടിപൊളിയായിട്ടല്ലേ? ഇതും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതെന്താ ഇങ്ങനെ?
നീ സമാധാനപ്പെട്. നമുക്കൊരു കാര്യം ചെയ്യാം. കല്യാണം അമ്മ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് റിസപ്ഷൻ എല്ലാവരെയും വിളിച്ച് നടത്താം. എന്താ പോരെ? അവനല്ലേ, അതിനും അവൻ സമ്മതിക്കില്ല. അതല്ല, ആ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതമാണോ? വേണുവിനോട് ഞാനത് ചോദിച്ചു. മോൾക്ക് സമ്മതമെന്നാ പറഞ്ഞത്. അമ്മ, എനിക്ക് വയ്യ. ഇവിടെ അമ്മ കൊണ്ടുവരരുതായിരുന്നു. അച്ഛൻ എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കാത്ത? എനിക്കും അതിന് തോന്നിയതാ ഇവിടെ വരണ്ടാന്ന്. പിന്നെ നിന്നെ മാരേജ് ചെയ്യാൻ പോകുന്നവരല്ലേ, അവനാണെങ്കിൽ നല്ല സ്നേഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ചിലവിൽ അമ്മ ഇവിടെ അത് വേണ്ടിയിരുന്നില്ല. കഷ്ടപ്പെട്ടിലാണെങ്കിലും ഞാൻ അമ്മയെ ചികിത്സിച്ചേനെ. അച്ഛന് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. അന്ന് മോളുടെ അച്ഛൻ മരിച്ചപ്പോൾ വീട്ടുകാരെ വാക്കേട്ട് ഇയാളെ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ ചെയ്ത് തെറ്റായിപ്പോൾ നിനക്കൊരച്ഛൻ അത്രേ ചിന്തിച്ചുള്ളൂ. അച്ഛൻ അയാൾക്ക് അമ്മയുടെ സ്വത്തിലും മാത്രമേ കണ്ണുണ്ടായിരുന്നുള്ളൂ. എന്തിനു പറയാൻ, നമ്മുടെ കോളേജ് വരെ വിറ്റു തുളച്ചില്ലേ. ഇയാളെ അച്ഛന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ദിവസം ഞാൻ നീറുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു ആശ്വാസമുണ്ട്. ഋഷി, അവൻ നീ പണ്ട് സ്നേഹിച്ചിരുന്നവൻ തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ, ഒത്തിരി. പണ്ട് സ്നേഹിച്ചിരുന്നുള്ള സത്യം. പക്ഷെ ഇപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്നെ. ഇതൊക്കെ അമ്മ അറിഞ്ഞാൽ കൂടുതൽ വിഷമിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയാത്ത. നീ എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന? ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അമ്മ ഇല്ലെങ്കിലും അമ്മയുടെ പ്രാർത്ഥന മോളോടുണ്ട്. പിന്നെ ആ വീട്ടിൽ പോയില്ലെങ്കിലും എൻ്റെ മോൾക്ക് സന്തോഷമായിട്ടിരിക്കാമല്ലോ. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടല്ലേ അമ്മ ഇരിക്കുന്നത്. ശരി, ഞാൻ പോട്ടെ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒരുപാട് നേരം ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഞാൻ പോവാന്നേ. ഏട്ടാ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഡോക്ടേഴ്സിനോട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അത് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ശരി, നീ നോക്കിക്കോ. അല്ല, നീ ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലേ? സമയം ഒരുപാട്. ഇനി ഇതിൻ്റെ പേരിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അച്ഛൻ്റെ നിന്ന്. ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. അനുമുനെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ഇത് സാക്ഷിയല്ലേ? ഇവള് അമ്മയെ കാണാൻ വന്നതായിരിക്കും. അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. കാണാതെ പോലെ പോകുന്നതാണ് നല്ലത്. ഇനി ഇത് മതി, ഇവിടെ പിടിച്ച് നിർത്ത്. എന്നെ കൊണ്ട് നിലത്ത് പോ. ഇന്നെൻ്റെ കല്യാണം, ഞാൻ പോലും ആഗ്രഹിക്കാത്തൊരു കല്യാണം. കല്യാണത്തിന് ശേഷം എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഈ കാലത്രയും അച്ഛനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇവനെയും കൂടെ. ഈശ്വര, എൻ്റെ ജീവിതം ഇതെങ്ങോട്ടായി പോകുന്നത്? അല്ല, നീ എന്താ ഇതുവരെ എണീറ്റില്ലേ? റെഡി ആവുന്നില്ലേ? അവരൊക്കെ ഇപ്പൊ എത്തും പെട്ടെന്ന്. അച്ഛൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പെരുമാറാൻ കഴിയുന്നത്? ശരിക്കും നിങ്ങളൊരു മനുഷ്യനാണോ? ആർക്കും കിട്ടരുത് ഇതുപോലൊരു അച്ഛനെ. ഇതൊക്കെ നീ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇപ്പോൾ റെഡി ആവുക. आज लम्हे खास आ गए, आते आते दोनों के दिल पास आ गए। जिंदगी में आज लम्हे खास आ गए, आते आते दोनों के दिल पास आ गए। വന്നോ എൻ്റെ കഴുത്തിൽ കൊലക്കേറ് കെട്ടാനായിട്ട്? ഹലോ, അറിയോ? സോറി, ഇല്ല. ആരാ? സോറി ഒന്നും വേണ്ട, അറിയാൻ വഴിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത്. ഞാൻ ഋഷിയുടെ ബ്രദറിൻ്റെ വൈഫാ, ഋതിക. ഓ ആണോ? ഹായ്, എൻ്റെ പേര് സാക്ഷി. പേരൊക്കെ എനിക്കറിയാം. എന്നാലും ഞങ്ങളുടെ ഋഷിയെ എങ്ങനെ വളച്ചെടുത്തു? പിന്നെ കല്യാണം വളരെ സിമ്പിളായി പോയിന്നറിയാം. അത് ഈ ചെക്കൻ കാരണം. ഞങ്ങൾ എന്ത് ചെയ്യാനാ?
ഏയ് അതൊന്നും കുഴപ്പമില്ല. എൻ്റെ മോൾക്കും സിമ്പിളായിട്ടൊക്കെ ഇഷ്ടം. വെറുതെ എന്തിനാ എല്ലാവരെയും വിളിച്ച്, ഇതൊക്കെ തന്നെയാണ് നല്ലത്. അല്ല, ടൈം ഒരുപാടാവുന്നുണ്ടല്ലോ. മോള് ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ ചെന്ന് വിളിക്കണോ? വേണ്ട, നിങ്ങളിരിക്കും, ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, അങ്കിൾ എന്തായാലും സംസാരിക്കല്ലേ, ഞാൻ പോയി വിളിക്കാം. എൻ്റെ പൊന്നു ഋഷി, ഒന്നടങ്ങിയിരിക്കെ. അകത്ത് ഋതികയുണ്ട്, അവൾ കൂട്ടിക്കൊണ്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമല്ലോ, പിന്നെന്താ. ആ, ഇതാ മോള് വന്നല്ലോ. ഹായ്, ഞാൻ ഋഷഭ്, ഋഷിയുടെ ബ്രദറാണ്. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത്. ഹായ്. ആ, എന്നാ പിന്നെ നമുക്ക് ചടങ്ങ് നടത്താം അല്ലേ? എൻ്റെ നരകത്തിലേക്ക് സ്വാഗതം. ഋഷി, രണ്ടും കൽപ്പിച്ചാണല്ലോ. ഞാൻ എങ്ങനെ അവനെ ഹാൻഡിൽ ചെയ്യാം? അതെ, അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. വൈകുന്നേരമായി. കല്യാണം സിമ്പിൾ ആയതുകൊണ്ട് ആരും ടയർഡായില്ല. ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് രാവിലെ മുതൽ രാത്രി വരെ ഓട്ടോ ആയിരുന്നു. അതായാലും ഈ കല്യാണത്തിന് അങ്ങനെയില്ല. അതിനിവൻ സമ്മതിക്കണ്ടേ? ഇവൻ ഇത്രയും സിമ്പിളായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, അല്ലേടാ? ശരിയാ, അങ്ങനെ കല്യാണം കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഒരുപാട് വൈകി, മോളെ വിളിച്ചിട്ട് വാ, പോവാം. ആ, നിങ്ങൾ ഇറങ്ങുവാണോ? എന്നാൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ ഞാനും നേരെ ഹോസ്പിറ്റലിൽ അവളുടെ അടുത്ത് പോവാം. ഓ, അപ്പോൾ ഇയാൾ ഹോസ്പിറ്റലിൽ പോവുകയാണല്ലേ. ആ അച്ഛാ, സാക്ഷിക്ക് ഇന്ന് ഇവിടുന്ന് വരാൻ എന്തോ മടി പോലെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാമെന്ന്. സാക്ഷിക്കാണോ വരാൻ മടി? നിനക്കാണോ? ഏതായാലും കൊള്ളാം. ശരി, എന്നാൽ നിങ്ങളിവിടെ നിന്നോ. ഞാൻ ശരിക്കും പറഞ്ഞതാ, അവളാ എന്നോട് പറഞ്ഞ ഇന്ന് എന്നെ പോകണമെന്ന്. ശരി, എന്നാ മോള് വിഷമിക്കണ്ട, ഇന്ന് നിന്നോ. നാളെ രാവിലെ രണ്ടുപേരും അങ്ങോട്ട് വന്നാൽ മതി. എന്നാ പൊന്നനിയോ, ചേട്ടനങ്ങോട്ട് നടക്കട്ടെ. ഏട്ടത്തി പോകുന്നു, വേഗം ചെല്ല്. നിങ്ങളിന്നിവിടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല. അതിനെന്താ, ഞങ്ങൾ രണ്ടാളും ഇല്ലേ ഇവിടെ. അങ്കിള് പൊക്കോ, ഞാൻ നോക്കിക്കോളാം ഇവിടെ. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. മോളെ, അവനെന്താ വേണ്ടതെന്നൊക്കെ വെച്ചാൽ നോക്കിക്കോ. അച്ഛൻ പോവുക, പറഞ്ഞ മനസ്സിലായല്ലോ. ഞങ്ങളുടെ കാര്യം എടുത്ത് അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, അങ്കിള് പൊക്കോ. ശരി, ഞാൻ നാളെ രാവിലെ നിങ്ങളെ യാത്ര അയക്കാൻ വരാം. നിന്റെ തന്ത പോയി, അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം നമ്മുടെ കലാപരിപാടികൾ. ഋഷി, ഞാനൊന്നും ചെയ്യരുത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പ്ലീസ്. ഇപ്പോഴാണോ അതൊക്കെ പറയുന്ന? എനിക്കൊന്നും കേൾക്കാനില്ല. ഇങ്ങോട്ട് വാടി. ഋഷി, താഴെ നിർക്ക്. എന്നെ വിട്. അടങ്ങി കിടക്കടി. എന്നെ വിട്, താഴെ വിടാൻ. ഇങ്ങോട്ട് വാടി. ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്രയും കാത്തിരുന്നെന്നറിയോ? അങ്ങനെ കിട്ടുമ്പോൾ വെറുതെ വിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കാം നിൻ്റെ അന്നത്തെ ഡയലോഗൊക്കെ. എല്ലാത്തിനും ഞാൻ തരുന്നുണ്ട്. മാറി നിൽക്ക്. മാറി, തൊട്ട് പോകരുതെന്നെ. നീ ഇത്രയ്ക്കും... അതെ, ഞാൻ ഇത്രയ്ക്ക് മോശം. നീ എന്നെപ്പറ്റി എന്താ കരുതി? വിട് ഋഷി, വിട്. എനിക്ക് വേദനിക്കുന്നു. വിട. ഞാൻ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. ഋഷി, ഞാൻ പറയട്ടെ, വിട്. ഋഷി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, പ്ലീസ്. വിട എന്നെ. ഋഷി, പ്ലീസ്, എനിക്ക് വയ്യ. I don't care.